ചാക്കോ അല്ലേ? അതെ സർ. വരൂ. വളരെ പേഴ്സണൽ ആയതുകൊണ്ടാണ് ചാക്കോയുടെ ഓഫീസിൽ വരാതെ ഈ ഹോട്ടലിൽ വരാൻ പറഞ്ഞത്. സിനാം, പേടിക്കണ്ട, ഇരി. ഇതുപോലെയുള്ളൊരു കേസിൽ ഒരു പോലീസുകാരൻ ഇടപെട്ടാലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും റെക്കോർഡ് ചെയ്യില്ല. ഒരു സ്റ്റേറ്റ്മെന്റിലും ചാക്കോ ഒപ്പിടുകയും വേണ്ട. ചാക്കോയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തോമസ് വാനിയും പറഞ്ഞു. ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ്? മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കാണ്. രാത്രി 9:30 മണിവരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട്. ഞാനന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ നിന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ്.